ഹലോ, കാൽക്കുലസിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ 3 ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. 3 വളരെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഇതൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ ഓൾസോ. അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ എടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള 3 വേർഡ്സ് ആണ്. ഒന്ന് കർൾ, ഒന്ന് ഗ്രേഡിയൻറ്റ്, ഒന്ന് ഡൈവേർജൻസ്. ഇത് 3 നമ്മൾ വെക്റ്റർ ഫീൽഡുകൾക്കാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിന് 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. കൽ എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് റൊട്ടേഷനെ കണ്ടുപിടിക്കുന്നതാണ്. ഇത് ഒരു സ്ലോപ്പ് നമ്മൾ പറയുമല്ലോ, ആ സ്ലോപ്പ് നമ്മൾ 3D ആ ഒരു ഡയമെൻഷനിൽ പറയുമ്പോൾ സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണിടുന്നത് ഞാൻ പറയുന്നില്ല, റെപ്രസെന്റ് ചെയ്യുന്ന സാധനം, റൊട്ടേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കർള്, സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രേഡിയൻസ്. അതുപോലെ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സാധനം പുറത്തോട്ട് പോകുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധനം അകത്തോട്ട് കയറുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഡൈവേർജൻസിന് വരുന്നത്. ഔട്ട് ഓർ ഇൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കൊരു വെക്റ്റർ ഫീൽഡ് എഫ് ഉണ്ട്. ഈ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആദ്യമേ അത് മനസ്സിലാക്കാം. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇതിപ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ 2i + 3j + 4k, അതൊരു വെക്റ്റർ എന്ന് നമുക്ക് പറയാം. പക്ഷേ ദ തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിയാലോ, xi + y²j + xz × k. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് ഈ പോയിന്റിൽ അല്ലെങ്കിൽ വേറൊരു പോയിന്റിലെല്ലാം വേറെ വേറെ വാല്യൂസ് ഉള്ള ഒരു വെക്റ്റർ ഫീൽഡ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനെയാണ് നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കുറേ ലൈൻസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ പോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് ഓരോ പോയിന്റിലും അതിൻ്റെ വെക്ടറിൻ്റെ വാല്യൂ പലതാണ്. ഉദാഹരണത്തിന് ഞാൻ 0, 0, 0 എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വെക്റ്റർ ഫീൽഡിന് വാല്യൂ ഒന്നുമില്ല. അത് അവിടെ ഒരു നിൽ പോയിന്റ് ആണ്, വെക്റ്റർ ഇല്ലാത്തൊരു പോയിന്റ് ആണ്. അതേസമയം ഞാൻ 1, 1, 1 എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1 എടുത്തു കഴിഞ്ഞാൽ 1 + 1 ഇങ്ങനെ തന്നെ വരും. അതായത് 1 ഇവിടെ, 1 ഇവിടെ, 1 ഇവിടെ. അപ്പം ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഈ രീതിയിൽ ആ 3 സാധനങ്ങളുടെയും നടുക്കൂടെ പോകുന്ന ഒരു വെക്ടർ ആയിരിക്കും. അങ്ങനെ വേറൊരു പോയിന്റ് വേറൊരു വെക്ടർ ആയിരിക്കും, വേറൊരു പോയിന്റ് വേറൊരു വെക്ടർ. അങ്ങനെ ആ വെക്ടറുകളുടെ എല്ലാം ഒരു കോമ്പിനേഷൻ എടുക്കുന്നതിന് പറയുന്നത് വെക്ടർ ഫീൽഡ്. അത് പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ സാധാരണ 2, 3, 4 എന്ന് എഴുതുന്ന സ്ഥലത്ത് നമുക്കിവിടെ എക്സും വൈ ഇസഡും വരും. അപ്പോൾ അതിനനുസരിച്ച്, അതായത് എക്സും വൈ ഇസഡും മാറുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ കോർഡിനേറ്റ്സ് മാറുന്നതിനനുസരിച്ച്, അതിനകത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല വാല്യൂ കിട്ടും വെക്ടർ ഫീൽഡിൻ്റെ. അതാണ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ആ വെക്ടർ ഫീൽഡിനാണ് നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കർൾ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഡെൽ ഫംഗ്ഷൻ എന്നറിയണം. കാരണം ഇത് 3 നമ്മൾ പറയുന്നത് ഡെൽ ഫംഗ്ഷൻ്റെ ടേംസിലാണ്. ഓക്കെ, അപ്പോൾ ഡെൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയാൽ, ഡെൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡെൽ ഫംഗ്ഷൻ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ഓക്കെ, i cap പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ, j cap, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z, k cap. ഇത് പല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പല വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെ നമുക്ക് നോക്കാം, ഇപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ആദ്യമേ നമുക്ക് ഗ്രേഡിയൻറ്റ് പഠിക്കാം, അതിനുശേഷം ഡൈവേർജൻസ് പഠിക്കാം, അതിനുശേഷം നമുക്ക് കർൾ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഗ്രേഡിയൻറ്റ് വളരെ സിമ്പിളാണ്. ഡെൽ എഫ്, വെറും ഡെൽ എഫ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ഥലങ്ങളിൽ അതായത് എന്തിനെയാണോ നമ്മൾ ഡെൽ എടുക്കേണ്ടത് അതിനെ എഫ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അതായത് എന്ത് സംഭവിക്കും? ഇപ്പം നമുക്ക് എഫ് എന്നൊരു വെക്ടറാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ബൈ ഡെൽ എക്സ് ടൈംസ് ഐ പ്ലസ് ഡെൽ എഫ് ബൈ ഡെൽ വൈ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ ജെ ക്യാപ് ഡെൽ എഫ് ബൈ ഡെൽ ഇസഡ് കെ. ഓക്കെ, അതാണ് ഗ്രേഡിയൻറ്റ് വരുന്നത്. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ അല്ല, ഇന്നോർ ഔട്ടാണ് ഡൈവേർജൻസ് ഞാൻ പറഞ്ഞത്. ഡൈവേർജൻസ് പറഞ്ഞാൽ ഡെല്ലിനെ നമ്മൾ ഡോട്ട് ചെയ്യും, എഫ് ആയിട്ട് ഡോട്ട് ചെയ്യും. അപ്പോൾ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഓർക്കുക. അപ്പം ഇതിന് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഡെൽ ഡോട്ട് എഫ് എടുത്താൽ ഡൈവേർജൻസ്, ഡെൽ ഓഫ് എഫ് എടുത്താൽ അത് ഗ്രേഡിയൻറ്റ്, ഇതിനകത്ത് ഡെൽ ക്രോസ് എഫ് എടുത്താൽ അതാണ് കർൾ.
അപ്പോൾ ഡൈവേർജ് ഡെൽ ഡോട്ട് എഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഐ ജെ കെ അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഡെൽ ബൈ ഓഫ് എഫ് ഓഫ് എക്സ്. കാരണം എന്താ? എഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എഫ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ, ഓക്കെ, എഫ് ഇസഡ് ഇൻറ്റു കെ. അപ്പം ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് ഇസഡ്. ഇതിനെയാണ് ഡൈവേർജൻസ് എന്ന് വിളിക്കുന്നത്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനകത്തും കംപ്ലീറ്റ് എഫിന് ഉപയോഗിക്കണം. കംപ്ലീറ്റ് എഫ് വെച്ചിട്ടാണ് ഓരോ ആ എഫിനെ മുഴുവൻ ഇതിലോട്ട് കയറ്റുക, എഫിനെ മുഴുവൻ ഇതിലോട്ട് കയറ്റുക, എഫിനെ മുഴുവൻ ഇതിലോട്ട് കയറ്റുക. ഈ ഡൈവേർജൻസ് ആകുമ്പോൾ സംഭവിക്കും? എഫിനെ 3 കമ്പോണന്റ് ആയുള്ള ആ കമ്പോണന്റിന്റെയും ഈ ഡെല്ലിന്റെ 3 കമ്പോണന്റ് ഉണ്ട്, ആ 3 കമ്പോണന്റ് തമ്മിൽ ഡോട്ട് എടുത്താൽ മതി. ഇനി ഈ ഡെല്ലിന്റെ 3 കമ്പോണന്റ് എഫിന്റെ 3 കമ്പോണന്റ് തമ്മിൽ ക്രോസ് എടുത്താൽ, ഡെൽ ക്രോസ് എഫ് എടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് കർൾ. കർൾ നമുക്ക് അടുത്ത നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വെറുതെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമുക്കറിയേണ്ട 3 കാര്യങ്ങൾ: കർള്, ഡൈവേർജൻസ് ആൻഡ് ഗ്രേഡിയന്റ്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഡെൽ ഫംഗ്ഷൻ്റെ കാര്യങ്ങളാണ്. ഡെൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ്, ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ്, ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ കർള്. 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് കർള് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ട് ഡെൽ ക്രോസ് എഫ് എടുത്താൽ മതി. ഡെൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന എങ്ങനെ നമുക്കറിയാം? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ ആദ്യം മോഡ് എടുക്കുക, ഐ ജെ കെ എടുക്കുക, ഡെൽ ക്രോസ് എഫ് ആണ്. എഫ് ക്രോസ് ഡെൽ അല്ല, അപ്പോൾ ഡെൽ ആദ്യം എഴുതണം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ എക്സ്. അതാണെങ്കിൽ ഇവിടെ എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർൾ കിട്ടും. അത്ര സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമാണ് കർൾ. പക്ഷേ എന്താണ് കർൾ എന്ന് അറിഞ്ഞുകൂടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ സിമ്പിളാണ്, പക്ഷേ എന്താണെന്ന് അറിയണം. അവിടെയാണ് മിസ്റ്റേക്ക് സ്റ്റുഡൻസ് സാധാരണ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കത് പറ്റരുത്, നമ്മൾ ചെയ്യുക. സോ കർൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ്. ഓക്കെ, മോഡ് ഓഫ് ഐ ജെ കെ ഇങ്ങനെ കൊടുത്ത്, പിന്നെ ആ 3 കമ്പോണൻസ് ഇതിൻ്റെ 3 കമ്പോണൻസ്, ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്, 3 കമ്പോണൻസ് ആണ്. 3 കമ്പോണൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, പിന്നെ ഈ ഒരു സംഭവം ചെയ്യാൻ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ലീനിയർ അൽജിബ്ര, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ചെയ്ത് അവസാനം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. അതായത് ആൻസർ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ 3 കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി. അടുത്ത ഡൈവേർജൻസിൻ്റെ ഒടുക്കി ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡെൽ ക്രോസ് എഫ് എടുത്തിട്ട് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, കണ്ടോ? ആ 3 പോയിന്റ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം ഡൈവേർജൻസ് എടുത്തിട്ട് 3 പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഡൈവേർജൻസിൻ്റെ ഒടുക്കി നമുക്കറിയാം ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ആ എക്സ് കമ്പോണൻറ്റ്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് എക്സ് കമ്പോണൻറ്റ്, പിന്നെ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ, പിന്നെ ഡോ ബൈ ഡോ എഫ് ഓഫ് മൈനസ് വൈ സെഡ്. 3 കമ്പോണൻസിനെ നമ്മൾ ചെയ്യുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് ഡൈവേർജൻസ് കിട്ടും. അങ്ങനെ ആ വാല്യൂ കിട്ടുന്നിടത്ത് 1 1 1 സബ്സ്റ്റിറ്റ്യൂട്ട്, 1 -1 1 1 -1 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അത്ര സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ എന്താണ് ഡൈവേർജൻസ് എന്ന് അറിയണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി പോലൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് phi be an arbitrary smooth real valued scalar function and v be an arbitrary smooth vector valued function in a 3D space. അപ്പോൾ ഇതൊരു വെക്ടർ ഫീൽഡ്, ഇതൊരു സ്കെലാർ ഫംഗ്ഷൻ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഡെൽ ഡോട്ട് ഓഫ് ഡെൽ ക്രോസ് വി എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. അതേപോലെ ഡെൽ ഡോട്ട് ഓഫ് ഡെൽ ഓഫ് ഫൈ എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. അപ്പോൾ വെക്ടർ ഫീൽഡ് ആണെങ്കിൽ ഇതൊരു വെക്ടർ ഫീൽഡ് ആണല്ലോ, വെക്ടർ ഫീൽഡ്, ഇത് സ്കെലാർ ഫീൽഡ്, സ്കെലാർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ കിട്ടിയ വെക്ടർ ഫീൽഡിനെ ആദ്യം കർളെടുത്ത് വെക്ടർ ഫീൽഡിനെ ആദ്യം കർളെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഡൈവേർജൻസ് ഞാൻ ചെക്ക് ചെയ്താൽ എനിക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എഫ് എന്ന് വിളിക്കാം, കാരണം വെക്ടർ ഫീൽഡ് എഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വെക്ടർ ഫീൽഡിൻ്റെ കർളെടുത്തിട്ട്
അതിൻ്റെ ഡൈവേർജൻസ് എടുത്താൽ നമുക്ക് 0 കിട്ടും. അതേപോലെ ഒരു സ്കെലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എടുത്താൽ സ്കെലാർ ഫംഗ്ഷൻ ഞാൻ പറയുന്നത് എക്സ് വൈ എന്നൊരു സ്കെലാർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ഗ്രേഡിയൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ഡോ വൈ ഓഫ് എക്സ് വൈ ജെ പ്ലസ് ഡോ വൈ ഓഫ് എക്സ് വൈ കെ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും നോക്ക്, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ക്യാൻസൽ ആയി ഇത് വൈ ഐ എന്നാവും, അതുപോലെ എക്സ് ജെ ആവും. ഓക്കെ, ഇതിനെ നമ്മൾ ഡൈവേർജൻസ് എടുത്താൽ അതായത് ഒരു സ്കെലാർ ഫംഗ്ഷൻ കിട്ടിയാൽ ആ സ്കെലാർ ഫംഗ്ഷനെ ആദ്യം നമ്മൾ ഗ്രേഡിയൻ്റ് ആക്കിയിട്ട് ആ ഗ്രേഡിയൻറ്റിനെ ഒരു സ്കെലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ ഡൈവേർജൻസ് എടുത്താൽ അത് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കർള് കണ്ടുപിടിച്ച് ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കർള് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഗ്രേഡിയൻ്റ് അതിൻ്റെ ഡൈവേർജൻസ് എടുത്താൽ അത് 0 ആയിരിക്കും. അതുപോലെ ഒരു സ്മൂത്ത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു നോർമൽ സ്കെലാർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിച്ചാൽ അതും 0 ആയിരിക്കും. ഈ രണ്ട് ഐഡൻറ്റിറ്റീസും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് phi be an arbitrary smooth real values. ഇതാണ് ആ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഐഡന്റിറ്റി? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിച്ച് നോക്കൂ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതാണ് ഉത്തരം. കർളിന്റെ ഡൈവേർജൻസ് എടുത്താൽ ഓഫ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വേറൊരു ഗ്രേഡിയൻ്റ് എടുക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ. കാരണം എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നോക്കൂ. ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ നോക്കൂ. For a position vector r is equal to xi plus yj plus zk, the norm of vector can be defined as mod r is equal to x square plus y square plus z square. Okay, given a function phi is equal to ln r vector, its gradient del phi എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ചെയ്തു നോക്കാം. തന്നേക്കുന്നത് എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ ln r ആണ്, ln mod r ആണ്. ഈ mod r എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നിട്ടുണ്ട്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ mod r ന് പകരം ലോഗ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റേസ് ടു 1/2 ആണ്. ln ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു ഹാഫ് ആവും. അപ്പം ഈ ലോഗരിതത്തിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് ln ഓഫ് എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ എനിക്ക് n log x എന്ന് എടുക്കാൻ പറ്റും. നമ്മൾ പണ്ട് പഠിക്കുന്ന സാധനമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹാഫിനെ ഇങ്ങോട്ട് മാറ്റിയാൽ ഹാഫ് ഓഫ് ln എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നാണ് എനിക്ക് ഫൈ എന്നുള്ള സാധനത്തിനെ കിട്ടുന്നത്. അപ്പോൾ ഫൈ നമ്മൾ ആറിൻ്റെ ടേംസിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കണം. അവരതാ പറഞ്ഞേക്കുന്നത്. ഗ്രേഡിയൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുമ്പം നമ്മൾ നേരത്തെ നമുക്കറിയാം ഗ്രേഡിയൻ്റ് എടുക്കാൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫൈ ഇൻറ്റു ഐ. ഇത് ഫൈ മുഴുവൻ എടുക്കണം. ഇത് മുഴുവൻ നമ്മൾ ഇവിടെ കൊടുക്കണം, ഇത് മുഴുവൻ ഇവിടെ കൊടുക്കണം, ഇത് മുഴുവൻ ഇവിടെ കൊടുക്കണം. നമ്മൾ മുഴുവനും കൊടുക്കേണ്ടാത്തപ്പോഴാണ് ഡൈവേർജൻസ് എടുക്കുമ്പോഴാണ്. ഡൈവേർജൻസ് എടുക്കുമ്പോഴോ കളർ എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷേ നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ഫംഗ്ഷനെ നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ആ കംപ്ലീറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഐ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് കംപ്ലീറ്റ് ഫംഗ്ഷൻ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കംപ്ലീറ്റ് ഫംഗ്ഷൻ കെ. അങ്ങനെ തന്നെ പോകണം. അങ്ങനെ നമ്മൾ ആ കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും സംഭവിക്കും ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാറും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ഓരോ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കുമ്പം അതിൽ ln ഓഫ് കംപ്ലീറ്റ് സാധനം ആദ്യം ചെയ്യാം. അത് 1/(1) എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കും. അതൊക്കെ നമ്മൾ +1 +2 ഡെറിവേറ്റീവ് പഠിക്കുന്നതാണ്. അത്ര മൈന്യൂട്ടായിട്ട് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ പറയുന്നതാണ്. ആദ്യമേ ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ആ 1/, ആ കംപ്ലീറ്റ് ഫംഗ്ഷൻ എടുക്കുക. പിന്നെ ഈ കംപ്ലീറ്റ് ഫംഗ്ഷനെ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു. അവിടെ നമുക്ക് 2x വരും. കാരണം വൈയോ ഇസഡോ ഒന്നും എടുക്കണ്ട. കാരണം ഡോ ബൈ ഡോ എക്സ് ആണ്, എക്സിൻ്റെ ടേംസിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തത്. അപ്പോൾ 2x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ടു ഐ പ്ലസ് 2y ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 2z ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു കെ. ആ രീതിക്കായിരിക്കും വരുന്നത്. ഹാഫ് ഓഫ് അങ്ങനെയാണ് വരുന്നത്. കാരണം ഹാഫ് പുറത്ത് നടക്കുന്നതുകൊണ്ട് അങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ നമ്മളൊന്നുകൂടെ സോൾവ് ചെയ്ത് റെഡിയാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇനി നമ്മളൊന്നുകൂടെ സോൾവ് ചെയ്ത് റെഡിയാക്കുമ്പോൾ നമുക്ക് 2 എല്ലാം പുറത്ത് പോയി ക്യാൻസലായി. അവസാനം നമുക്ക് എന്ത് സംഭവിക്കും? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. കണ്ടോ, ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ വെക്ടർ തന്നെയാണ്.
ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡാർ ആണ്. മോഡാർ സ്ക്വയർ ആണ്. മോഡാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആർ ഡോട്ട് ആർ തന്നെയാണ് മോഡാർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ രീതിയിൽ നമുക്ക് ആൻസർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഫൈൻ അല്ലേ? കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് സിമ്പിളായിട്ട് എഴുതി തീർക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ഗ്രേഡിയൻറ്റും ഫംഗ്ഷനും ഒക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്ര സിമ്പിളാണ് വെക്ടർ കാൽക്കുലസ്. അടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോവാണ്. നമ്മൾ ഇൻ്റഗ്രൽസിലോട്ട് കയറാൻ പോവാണ്. വെക്ടർ കാൽക്കുലസ് ഡയറക്റ്റ് വെക്ടർ കാൽക്കുലസിനകത്ത് ആക്കപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. ഇനി നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രൽ, അങ്ങനത്തെ സാധനങ്ങൾ, കുറച്ച് ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽസ്, പല തിയറംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചില ഇൻ്റഗ്രൽസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിന് സ്റ്റാർട്ട് ചെയ്യാം. ദ ഇൻ്റഗ്രൽ, ഇങ്ങനെ ഇത് എഴുതിയതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ? ഒരു ലൈൻ ഇൻ്റഗ്രൽ ആണ് എലോങ് എ കർവ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ഒരു കർവിനകത്തൂടെ പോകുന്ന ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, അതാണ് ഈ പറയുന്നത്. ഉദാഹരണത്തിന് ഇതാ ഇങ്ങനെ ഒരു കർവ് ഉള്ളതാണ്. ഈ സി എന്ന് പറയുന്ന സാധനം കർവാണ്. ഇങ്ങനെ ഒരു കർവാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ നമ്മൾ ഒരു ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു സിമ്പിളിൻ്റെ അർത്ഥം. ഓക്കെ, എന്താണ് ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഈസ് വാലുവേറ്റഡ് എലോങ് എ സർക്കിൾ. അപ്പോൾ ഈ കർവ് സി തന്നിട്ടുണ്ട്. സി എന്ന് തന്നിരിക്കുന്ന സർക്കിൾ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. ഹാഫ് സ്ക്വയർ ആണ് 1/4. നേരത്തെ ഹാഫ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. 1/4. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർക്കിൾ, റേഡിയസ് ഹാഫ് ഉള്ള, ഇത് ഹാഫാണ്, ആ രീതിക്കുള്ള ഒരു യൂണിറ്റ് സർക്കിളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നോർമലി അതിൻ്റെ ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാത്രം നമ്മൾ നെഗറ്റീവ് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈൻ ഇൻ്റഗ്രൽ നമുക്ക് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ. അപ്പം ഈ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ കണ്ടോ, ആ ഒരു സംഭവമാണ് നമ്മുടെ ക്രാക്ക്. അത് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സാധനം ഗ്രീൻസ് തിയറം ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഗ്രീൻസ് തിയറം നമുക്ക് നോക്കാം. ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് മറ്റേ ആ കോംപ്ലക്സ് അല്ല, നമ്മൾ 2i+3 അങ്ങനെ ഇടുന്ന ആ കോംപ്ലക്സ് നമ്പർ അല്ല, ആ കോംപ്ലക്സ് അല്ല. ഇത് ഡിഫിക്കൾട്ട്, വെരി ഡിഫിക്കൾട്ട്, കൺവേർട്ട് എ വെരി ഡിഫിക്കൾട്ട് ലൈൻ ഇൻ്റഗ്രൽ ഇൻടു എ മോർ മാനേജബിൾ ഡബിൾ ഇൻ്റഗ്രൽ എന്നാണ് എൻ്റെ അർത്ഥം. നമുക്കത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഞാനത് മാറ്റിയേക്കാം. കോംപ്ലിക്കേറ്റഡ് എന്ന് എഴുതാം. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ മോർ മാനേജബിൾ ഡബിൾ ഇൻ്റഗ്രൽസിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എം എൻ. ഓക്കെ, ഇതാ സംഭവം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആ കർവിലൂടെ കൂടി പോകുന്ന എഫ് ഡോട്ട് ഡി ആർ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ വെക്ടർ ഫീൽഡ്. ഡി ആർ എന്നറിയാമോ? അത് ശ്രദ്ധിക്കുക. ഡി ആർ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു വെക്ടർ ഫീൽഡിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആയിരിക്കും ആർ വെക്ടർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ എന്നാണ് ഡി ആർ എന്നുള്ള സാധനം. ശ്രദ്ധിക്കണം. അപ്പം ഉദാഹരണത്തിന് എനിക്കിവിടെ എഫ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഐ പ്ലസ് ഇസഡ് കെ ആണ് നമുക്കുള്ള എഫ് എന്ന് വയ്ക്കാം. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ. ഇവിടെ ജെയുടെ വാല്യൂ ഇല്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? 0 ജെ ആണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? എക്സ് വൈ ഡി എക്സ് പ്ലസ് വൈ പോയി ഇസഡ് ഡി ഇസഡ്. കണ്ടോ? ഇതിൻ്റെ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മുടെ ഫോർമുല ഉണ്ട്. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വേറെ രീതിയാണ്, കൺസെപ്റ്റുകൾ വേറെ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാ എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്ത രീതിയിൽ നമുക്കൊരു മൈനസ് അല്ലെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വർക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ലൈൻ ഇൻ്റഗ്രലും തന്നിട്ടുണ്ടെന്നെങ്കിൽ എന്താ സംഭവം തന്നിരിക്കുന്നത്? എന്തുവാ?
ഈ സാധനം, അതായത് സർക്കുലേഷൻ, ഇതിനാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർഫസിന്റെ ലൈൻ ഇന്റഗ്രൽ ഇൻ എ ക്ലോസ്ഡ് കർവ് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ സാധനം സർക്കുലേഷൻ ഓഫ് വെക്ടർ ഫീൽഡ് എഫ് എലോങ് കർവ് സി എന്നാണ് പറയുക. ആ കർവ് സിയിലോടുകൂടി വെക്ടർ ഫീൽഡ് ട്രാവേഴ്സ് ചെയ്ത് പോകണം എന്നാണ് എൻ്റെ അർത്ഥം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ, ഈ സാധനം എന്നുള്ള രീതിയിൽ, ഈ സാധനം നമുക്ക് തന്നേക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ, അതായത് കണ്ടോ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള രീതിക്കാണ് തന്നേക്കുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ലൈൻ ഇന്റഗ്രൽ എലോങ് എ ക്ലോസ്ഡ് കർവ് സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്, ഈ ലൈൻ ഇന്റഗ്രലിനെ നമുക്ക് സർഫസ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സംഭവം. സർഫസ് ഇന്റഗ്രൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എടുക്കുന്ന ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇത് ടോട്ടൽ കർളാണ്. ഈ സാധനമാണ് ടോട്ടൽ കർളാണ്. ടോട്ടൽ കർൾ ഓഫ് വെക്ടർ ഫീൽഡ് ഓവർ ഏരിയ ഡി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒന്നുകൂടെ ഞാൻ കൊണ്ട് എഴുതാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഈ രീതി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ വന്നാൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സർഫസ് ഇന്റഗ്രൽ. ഇത് അതിന്റെ ഏരിയ ഓഫ് ദ കർവ്, ആ കർവാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ കർവ് ഉണ്ടെങ്കിൽ ആ കർവിന്റെ ഏരിയയാണ് ഈ കാണിച്ചേക്കുന്നത്. ആ ഒരു ഏരിയയിലൂടെ കൂടി നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഡോ എൻ ഡിവൈഡ് ബൈ ഡോ എക്സ്. ഡോ എൻ ഇങ്ങോട്ട് വരും. ഇവിടെ രണ്ടാമതാണ് എടുക്കുന്നത്, നമ്മൾ ആദ്യം എഴുതണം. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് വരുന്ന ഇക്വേഷൻ. ഓക്കെ, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ്, പക്ഷെ എൻ ആണ് ഇവിടെ ആദ്യം വരുന്നത്. ഫസ്റ്റ് ടേമിനകത്ത് എൻ വരും. അത് ഡെറിവേറ്റ് ചെയ്യുന്നത് എക്സിന്റെ ടേംസിലായിരിക്കും. ഓക്കെ, അതുപോലെ എം വരുന്നത് വൈയുടെ ടേംസിലായിരിക്കും. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ. ഇപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ആണ്. ഇവിടെ കണ്ടോ ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. അതായത് ഡി വൈയുടെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എക്സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അത് എക്സിന്റെ ടേംസിലാണ്. സോ ഡിഫറൻഷിയേറ്റ് എളുപ്പമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതാണ് സംഭവം. നമ്മുടെ ലൈൻ ഇന്റഗ്രൽ, ഞാൻ ഇത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ലൈൻ ഇന്റഗ്രൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെറിയ മിസ്റ്റേക്ക് വരും, ശ്രദ്ധിക്കുക. ലൈൻ ഇന്റഗ്രൽ ഓഫ് സി എലോങ് എ കർവ് സി ഓഫ് ദാറ്റ് സംഭവം ഇൻറ്റു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സർഫസ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇതുണ്ട്, ഇതിന്റെ കർവ് തന്നിട്ടുണ്ട്, സർക്കിൾ ഓഫ് റേഡിയസ് ഹാഫ് ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യും. ഇത് ഗ്രീൻസ് തിയറം ആണ് കേട്ടോ. ഗ്രീൻസ് തിയറം ആണ് ഇതിന്റെ പേര്. ഇതിന്റെ തന്നെ 3D വെർഷൻ ഉണ്ട്, സ്റ്റോക്സ് തിയറം നമ്മൾ വളരെ അടുത്ത് പഠിക്കും. ഓക്കെ, ഇത് അതിന്റെ 2D വെർഷൻ ആണ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ടൈപ്പിൽ എഴുതുമ്പോഴത്തേക്കാണ്. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ലെങ്കിൽ കർവ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരേണ്ടത്. ശ്രദ്ധിക്കാം. ഈ സാധനം എങ്ങനെ മാറും? നമ്മുടെ കർവായിട്ട് കൺവേർട്ടായി. ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു സാധനമായിട്ട് മാറും. -2 ഇൻറ്റു ഡി എക്സ് ഡി വൈ. -2നെ പുറത്തെടുത്തിട്ട് ഇതാ ഈ സാധനം കണ്ടോ, അതായത് ആ കർവിനകത്ത് സർഫസ് ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ. ഇങ്ങനൊരു സാധനം വന്ന് എന്തോ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? നമ്മൾ വെറുതെ ആ ഏരിയ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ നമ്മൾ ഇന്റഗ്രൽ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ഏരിയ ഓഫ് സർക്കിൾ നമ്മൾ പെർഫോം ചെയ്താൽ മതി. ഏരിയ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് ആർ വെച്ച് റേഡിയസ് ഹാഫ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണല്ലോ ഇങ്ങനെ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേസിൽ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ആയിരുന്നു. നമ്മൾ പ്ലസ് ഓഫ് മൈനസ് എക്സ് ഡി വൈ ചെയ്തിട്ട് എന്നിന് പകരം മൈനസ് എക്സ് കൊടുക്കണം, എമ്മിന് പകരം വൈ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, നമ്മൾ ഈ അവിടം വരെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് വേണ്ടുന്ന ഏരിയ, ആ ഒരു കർവ്, ഏത് കർവിനെ ചുറ്റുമാണോ പോകുന്നത് അതിന്റെ ഏരിയ നമ്മൾ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. കാരണം -2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടേം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് എക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാടാണ്. ഒന്നുമില്ല, 1 ആണ് ഇവിടെ ഇരിക്കുന്നത്, ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെ ഒരു ഏരിയ വെച്ചാൽ മതി. -2 ഇൻറ്റു ഏരിയ സർക്കിൾ ഓഫ് റേഡിയസ് ഹാഫ്. ആൻസർ -2 ഇൻറ്റു പൈ ആർ സ്ക്വയർ. പൈ ഇൻറ്റു റേഡിയസ് ഹാഫ് ആയതുകൊണ്ട് ഹാഫ് സ്ക്വയർ ഇസിക്വൽ -π/2 ആണ് ആൻസർ. -π/2 ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ ഗ്രീൻസ് തിയറം വർക്ക് ചെയ്യുന്നത്. വളരെ വളരെ എളുപ്പമാണ്. ഇക്വേഷൻ ഓർക്കുക, നമ്മുടെ ലൈൻ ഇന്റഗ്രൽ എലോങ് കർവ് സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ എലോങ് ദാറ്റ് കർവ്, ആ കർവിന്റെ തന്നെ സർഫസ് ഇന്റഗ്രൽ
ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. അതാണ് ഇക്വേഷൻ. അടുത്തത് നമ്മൾ ഈ സാധനത്തിന്റെ തന്നെ എന്തായിട്ട് പഠിക്കുക, നമ്മൾ 3 ഡയമെൻഷൻ ആസ്പെക്ട് പഠിക്കുകയാണ്. 3 ഡയമെൻഷനിലായിട്ടുള്ള ഗ്രീൻസ് തിയറത്തിൽ നമ്മൾ പഠിക്കുന്നവരാണ് സ്റ്റോക്സ് തിയറം. ഇവിടെയും എക്സാക്ട് ഈ സെയിം സാധനം തന്നെയാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ along a curve C f dot dr എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കർവ് ഇറ്റ്സെൽഫ്, ആ കർവിൽ തന്നെ ഉള്ള സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. ഡി ആർ മാറി ഡി എസ് ആയി. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഔട്ട്വേർഡ് നോർമൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സർഫസ്. അതാണ് ഡി എസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡി ആർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡി എക്സ് പ്ലസ് ഡി വൈ പ്ലസ് ഡി ഐ, ആ സാധനം. അതായത് ഒരു ചെറിയ ചേഞ്ചിൻ ഇതാണ്, ആ വെക്ടർ ചേഞ്ചിന്റെ ലെങ്ത് ആണ്, വെക്ടർ ചേഞ്ച് ആണ്, ചെറിയൊരു വെക്ടർ ചേഞ്ചിനെയാണ് ഡി ആർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഡി എസ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമലിനെയാണ് വിളിക്കുന്നത് ആ കർവിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ എഫ് ഡോട്ട് ഡി ആറിനെ എന്ത് മാറ്റി, ഇവിടുത്തെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കർൾ ആയിട്ട് മാറും. കർൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഓഫ് ഡി എസിന്റെ സർഫസ് ഇന്റഗ്രൽ എടുത്താൽ മതിയാവും. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഗിവൺ എ വെക്ടർ, ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ഇതാണ് ആ വെക്ടർ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വെക്ടർ, വെറും വെക്ടർ, അത് വെക്ടർ ഫീൽഡ് ആണ്. ഓക്കെ, ആൻഡ് n ആസ് എ യൂണിറ്റ് നോർമൽ വെക്ടർ. ഞാൻ പറഞ്ഞു n എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. ടു ദ സർഫസ് ഓഫ് ഹെമിസ്ഫിയർ, ഒരു ഹെമിസ്ഫിയർ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പിയർ ആണ്. ഓക്കെ, അതൊരു സ്പിയർ ആണ്. ഇനി അടുത്ത് വീണ്ടും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇ സെഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ ഇ സെഡ് പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇതാണ് എക്സ് വൈ പ്ലെയിൻ, ഇസഡിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എപ്പോഴും ചെയ്യും. എക്സ് വൈ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇത് ഇ സെഡ് ആണ്, ഇത് കോർഡിനേറ്റ്സ് നമ്മൾ റൈറ്റ് ഹാൻഡ് അതൊക്കെ നോക്കണം, പക്ഷേ ഞാൻ ഡയറക്റ്റ് ചുമ്മാ എഴുതുക. അപ്പം എക്സ് വൈ ഉണ്ട്, മേലോട്ട് ഇ സെഡ് ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇ സെഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോഴും. അതിൻ്റെ അർത്ഥം എന്താ, ഈ ഇതിന്റെ ഒരു പ്ലെയിൻ്റെ എക്സ് വൈ പ്ലെയിൻ്റെ മേലോട്ട് മാത്രമേ ഉള്ളൂ ആ രീതിയിലുള്ള ഒരു സ്പിയർ. അപ്പം ഹെമിസ്ഫിയർ ആയിരിക്കും, ഈ ഇത്രയും ഭാഗം മാത്രമേ വരുള്ളൂ, ആ രീതിയിലാണ് ഹെമിസ്ഫിയർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസിലൂടെ കൂടി നമ്മൾ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം, ഈ ഒരു ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഡെൽ ക്രോസ് യു ഡോട്ട് എൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താ ഇത് സർഫസ് ഇന്റഗ്രലാണ്, നമ്മുടെ സ്റ്റോക്സ് തിയറം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റഗ്രലാണ്. ഈ ഒരു ക്രോസ് കഴിഞ്ഞിട്ട് ഡോട്ട് എൻ എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർക്കണം ഈ സാധനം ചെയ്യേണ്ട സ്റ്റോക്സ് തിയറം വെച്ചിട്ടാണ്. ഇവാലുവേറ്റഡ് ഓൺ ദ കർവ്ഡ് സർഫസ് ഓഫ് ദ ഹെമിസ്ഫിയർ. യെസ്, ഈ ഒരു കർവ്ഡ് സർഫസിൽ കൂടെയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് എന്താ, നമുക്ക് ഈ ഒരു സർഫസ് ഇന്റഗ്രലിനെ ഇപ്രാവശ്യം ലൈൻ ഇന്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വർക്ക് ചെയ്യും. ഇവിടെ ഈ ഇക്വേഷൻ ഇതിന് ഈക്വലാണ് ഇത് ഈക്വലാണ് ഇത്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെയും കൺവേർട്ട് ചെയ്യാം, ഇതിനെ നമുക്ക് ഇങ്ങനെയും കൺവേർട്ട് ചെയ്യാം. രണ്ട് രീതി കൺവേർട്ട് ചെയ്യാം, ഏതാണോ എളുപ്പം ആ രീതി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഹെമിസ്ഫിയറിൽ കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ ഇന്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ലൈൻ ഇന്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് കർവിലൂടെയാണ് ആ ലൈൻ ഇന്റഗ്രൽ പാസ് ചെയ്തു പോകുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ അതൊരു ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയിരിക്കണം. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയിരിക്കണം. അതായത് ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, ഈ സാധനത്തിന്റെ താഴോട്ട് പൊള്ളയല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ കളർ മാറ്റാം, ഞാൻ ഇങ്ങനെ ഒരു കർവ് എടുക്കാന്ന് വെക്കുക, ഇങ്ങനെ ഒരു കർവ് എടുക്കാന്ന് വെക്കുക. ആ ഒരു കർവിലൂടെ കൂടി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണ്. അതായത് ഞാൻ ഈ സാധനത്തിനെ മാറ്റും, ഇതിനെ മാറ്റി എഫ് ഡോട്ട് ഡി ആർ എന്ന് ഞാൻ എഴുതും. എഫ് ഡോട്ട് ഡി ആർ എന്ന് ഞാൻ എഴുതിയിട്ട് അതിനെയാണ് നമ്മൾ ഒരു ക്ലോസ് കർവിൽ കൂടെ നമ്മൾ പാസ് ചെയ്യേണ്ട. പക്ഷേ ഈ കർവ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ കർവ് ഇവിടെ നിന്ന് മുറിഞ്ഞ് ഇവിടെ മുറിഞ്ഞിരിക്കുക. അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു കർവ് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കർവേ ഉള്ളൂ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവ് ഏതാണെന്ന് അറിയാമോ ഇതിനകത്ത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലുള്ളതായി ഇത്ര ഒരു കുഞ്ഞൊരു സർക്കിൾ നമുക്ക് വേണമെങ്കിൽ കർവായിട്ട് എടുക്കാം. പക്ഷെ അത് കർവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ആ ഒരു പ്ലെയിന്റെ മേളിൽ നിന്നുള്ള നമുക്ക് വേണ്ടുന്നത്, നമുക്ക് ആ കംപ്ലീറ്റ് സംഗതികളും നിൽക്കുന്ന ഒരു കർവ് വേണം. ആ കംപ്ലീറ്റ് സർഫസും കവർ ചെയ്യുന്ന ഒരു ഏരിയ തന്നെ നമുക്ക് ഒരു കർവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ കേസിൽ നമ്മൾ എടുക്കാൻ പറ്റുന്ന കർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസ് സർക്കിൾ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന കർവ്. ഈ ഒരു കർവിലൂടെ കൂടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
ആൻഡ് വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഏതെങ്കിലും ഒരു എക്സ് വൈയിലോ അല്ലെങ്കിൽ വൈ ഇസഡിലോ ഇസഡ് എക്സിലോ അങ്ങനെ ഉള്ള പ്ലെയിനിലെ കർവുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇവിടെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സംഭവം നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ മാത്രം ഒരു കർവ് മാത്രം നമ്മൾ എടുക്കുമെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ കർവായിരിക്കും കിട്ടുക. ഈ കർവ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 ആണ്. നമ്മളെ സിമ്പിൾ ആയ സർക്കിളായിട്ട് നമുക്കിത് മാറി. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ നോക്കി വേണം നമ്മൾ ഏതാണ് കർവാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മിക്കവാറും തരുന്നത് ഒരു സിമ്പിൾ എലിപ്സോ സിമ്പിൾ സർക്കിളോ ഒക്കെ മാത്രമേ നമുക്ക് തരത്തുള്ളൂ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. വളരെ കോംപ്ലിക്കേറ്റഡ് ആകാൻ വേണ്ടി അവർ പോകില്ല. കോംപ്ലിക്കേറ്റഡ് ആക്കിയാലും നമ്മൾ നോക്കുക, അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഏത് കർവാണോ ഉള്ളത് ആ കർവ് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് നമ്മൾ എന്താ, ഈ ഒരു സർഫസ് ഇൻ്റഗ്രൽ, ഈ കംപ്ലീറ്റ് സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം. അതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. നോക്കിക്കോ, ഇതാണല്ലോ നമുക്ക് വേണ്ട സർഫസ് ഇൻ്റഗ്രൽ. അതിനെ നമുക്ക് ഈ ഇങ്ങോട്ട് ലൈൻ ഇൻ്റഗ്രൽ ആയിട്ട് മാറ്റാം. എലോങ് എ ക്ലോസ്ഡ് കർവ് സി, യു ഡി ആർ എന്ന് പറയാം. യു നമുക്കറിയാം, ഇതാണ് യു, വെക്ടർ ഫീൽഡ് യു. ഓക്കെ, അപ്പോൾ യു ഡി ആർ നമുക്ക് മനസ്സിലായി. ഡെൽ ക്രോസ് യു ഡോട്ട് എൻ ഡി എസിൻ്റെ സർഫസ് ഇൻ്റഗ്രലാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എലോങ് ദ ക്ലോസ് കർവ് സി യു ഡി ആർ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അടുത്ത ഡി ആർ നമ്മൾ നേരത്തെ പറഞ്ഞ ഡി എക്സ് പ്ലസ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ് നമുക്കറിയാം. യുടെ വാല്യൂ നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടുന്നത് സി ആണ്. സി ഞാൻ ഓൾറെഡി പറഞ്ഞു, സി നമ്മൾ ഈ കേസിൽ എടുത്തത് എങ്ങനെയാണ്, ഇവിടെ ഒരു സർക്കിളാണ് നമ്മൾ എടുത്തത്. കാരണം അതൊരു ക്ലോസ്ഡ് സർക്കിൾ ആയിരിക്കണം, കംപ്ലീറ്റ് ലൂപ്പ് ആയിരിക്കണം, അത് നമുക്ക് നിർബന്ധമാണ്. പിന്നെ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു സർഫസിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള സർക്കിൾ നമുക്ക് വേണം. അപ്പം നമുക്ക് കിട്ടുന്നത് ഈ ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു സർക്കിളിൽ കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റി എഴുതാം, ഈ സാധനത്തിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റി എഴുതാൻ പറ്റും? ഈ സാധനത്തിനെ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒന്ന് എഴുതാതെ യു ഡോട്ട് ഡി ആർ ഇൻ്റെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആയിട്ടാണ് നമുക്ക് എഴുതാവുള്ളത്. അതായത് ഇത് സർക്കിളാണ്, ഇതാ നമ്മൾ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിളാണ്. അപ്പോൾ യു ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഉണ്ട്, ഡി വൈ ഉണ്ട്, ഡി ഐ ജെ ഉണ്ട്, അങ്ങനെയുള്ള 3 കമ്പോണൻസ് ഉള്ള ഐ ജെ കെ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈനസ്, നമുക്ക് 1/3 കോമൺ എടുക്കാം, കാരണം 1/3 3 ടേംസിലുള്ളതാണ്. 1/3 ഞാൻ കോമൺ എടുത്താൽ മൈനസ്, ഓക്കെ, മൈനസ് വൈ ക്യൂബ് ടി എക്സ്. കാരണം എന്താ, വൈ ക്യൂബ് ഐ ഉണ്ട്, അപ്പുറത്ത് നമ്മുടെ ഡി ആറിനകത്ത് ഡി എക്സ് ഐ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഡോട്ട് എടുക്കുമ്പോഴത്തേക്ക് മൈനസ് വൈ ക്യൂബ് ഡി എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഡി വൈ പ്ലസ് ഇസഡ് ക്യൂബ് ഡി ഇസഡ്. അങ്ങനെ ആയിരിക്കില്ലേ വരുന്നത്? ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാണ് നമുക്ക് വേണ്ടുന്ന സാധനം. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ ക്ലോസ്ഡ് കർവ് സിയിലൂടെ കൂടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ സി കിടക്കുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. ആ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഇസഡിന് മാറ്റമൊന്നുമില്ല. സോ ഈ ഡി ഇസഡ് എന്നുള്ള സാധനം 0 ആയി പോകും. ഇസഡിന് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം മാത്രം നമ്മൾ എടുത്ത് നമ്മൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇൻ്റഗ്രലുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് കൺവേർട്ട് ആയത്, ഇതായിട്ട് മാറിയത്. പിന്നെ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റഗ്രലാണ് കിട്ടുന്നത്. ഈ ഒരു ഇൻ്റഗ്രലാണ് നമുക്ക് സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പുറം തീർച്ചയായിട്ടും ഇതും കൂടെ ഉണ്ട്, നമ്മുടെ ഇസഡ് ഡി ഇസഡിന്റെ കമ്പോണന്റും കൂടെ ഉണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സർഫസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുക്കുന്ന സർഫസ് ആ ഒരു ഇസഡ് 0 ആയി നിൽക്കുന്ന പ്ലെയിനിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പോണന്റിനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയല്ലോ? ഫൈൻ. അപ്പോൾ നമ്മൾ എന്താ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഈ സംഭവം നമുക്ക് ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമേ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ച് എങ്ങനെയാണ് ഈ സംഭവം വരുന്നതെന്ന് മനസ്സിലാക്കി എൻ കണ്ടുപിടിച്ച് നമ്മൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ആ ഒരു സിമ്പിൾ ക്ലോസ്ഡ് സർക്യൂട്ട് കണ്ടുപിടിച്ച്, സിമ്പിൾ ഷോർട്ട് കർവ് കണ്ടുപിടിച്ച് അത് നമ്മൾ ഈ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് സിയുടെ വാല്യൂ ഇതാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ നമ്മൾ എഫ് ഡോട്ട് ഡി ആർ ആക്കി മാറ്റി. എഫ് ഡോട്ട് ഡി ആർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഡീസറിൻ്റെ ടേം നമുക്ക് 0 ആക്കാൻ പറ്റും. കാരണം നമ്മൾ വാല്യൂറ്റിന് ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയാം. ഈ ഒരു ഫുൾ സർക്കിൾ നമുക്ക് ഉണ്ടായിരുന്നു വെക്കുക.
ഉണ്ടായിരുന്നു വയ്ക്കുക. നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്ലോസ് കർവ് ആയിരുന്നു എന്ന് വെക്കുക. അതായത് എന്താ ഇസഡും വൈയും മാത്രമുള്ള എക്സ്പ്ലെയിനിൽ മൂവ്മെന്റ് ഇല്ലാത്ത പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേം 0 ആക്കാം, പക്ഷെ മറ്റേ ടേം കാണും. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ നമുക്ക് എന്താ പ്രശ്നം, ഇവിടെ ഒരു കംപ്ലീറ്റ് സർക്കിൾ ഇല്ല, സ്ഫിയർ ഇല്ല, ഇവിടെ നമുക്ക് ഹെമിസ്ഫിയറേ ഉള്ളൂ. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലോസ് കർവ് ഇതിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടം വരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഇന്റഗ്രലിനെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഇന്റഗ്രലിനെ സോൾവ് ചെയ്യും? ഈ ഇന്റഗ്രൽ സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഈ വൈൻ്റെയും എക്സിൻ്റെയും ടേംസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം സർക്കിളിലാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സർക്കിളിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എപ്പോഴും തീറ്റയുടെ ടേംസിൽ നമുക്ക് സർക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് രണ്ട് പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സിനെ വഴി എഴുതാൻ പറ്റും. എങ്ങനെ വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇതിനെ ഒരു പാരാമീറ്ററിന്റെ ടേംസ് എഴുതാൻ പറ്റുമോ? ആർ തീറ്റ എന്നുള്ള രണ്ട് പാരാമീറ്റേഴ്സിന്റെ ടേംസ് ഞാൻ എഴുതിയാൽ എക്സ് എനിക്ക് ആർ കോസ് തീറ്റ എന്നും വൈനെ എനിക്ക് ആർ സൈൻ തീറ്റ എന്നും എഴുതാം. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ ആർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു പാരാമെട്രിക് ഫോമിൽ നമുക്ക് സർക്കിളിനെ ഓരോ പോയിന്റ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ തീറ്റ ഉള്ളതുകൊണ്ട് തന്നെ തീറ്റയെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. സോ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്, സർക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എക്സിൽ വൈ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1നെ നമ്മൾ പാരാമെട്രിക് ഫോം എക്സ് ഈക്വൽ ടു കോസ് തീറ്റ, കാരണം ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആർ 1 ആണ്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് വെച്ചിട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ വൈ ഈക്വൽ ടു സൈൻ തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ 0 to 2π ഇന്റഗ്രേറ്റ് ചെയ്യുക. കാരണം ക്ലോസ് സർക്കിളിൽ മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. 0 to 2π നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ dx എന്താവും? മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെ വരുന്നത്. dy cos തീറ്റ ഡി തീറ്റ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓർഡറിൽ വരുന്നത് നമുക്ക് വേണ്ടുന്നതൊക്കെ പഠിച്ച് നമ്മൾ വരുമ്പോൾ വരുന്നതിൻ്റെ ഉപയോഗം ഇതാ. ഇവിടെ വെച്ച് നമുക്ക് ഇത് മനസ്സിലായി എങ്ങനെ ഇത് കിട്ടുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാം. ഇനി നമ്മൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന് പകരം എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിന് പകരം എവിടെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യം വൈ ക്യൂബ് ആണ്. വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ വൈ സൈൻ ആണ്. അപ്പോൾ സൈൻ ക്യൂബ് തീറ്റ ആവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാധനത്തിന് നമുക്ക് ഒരു പാരാമീറ്റർ ആയിട്ട് മാറ്റി എഴുതി നോക്കാം. വൈ ക്യൂബ് ഡി എക്സ്. വൈ ക്യൂബ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ സൈൻസ് ക്യൂബ് തീറ്റയാണ്, സൈൻ ക്യൂബ് തീറ്റയാണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ഡി തീറ്റയാണ്. അപ്പം വീണ്ടും ഒരു സൈൻ തീറ്റ വരും, മൈനസ് സൈൻ റേസ് ടു 4 ഡി തീറ്റ വരും. അതേപോലെ എക്സ് ക്യൂബ് ഡി വൈ എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറും? എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ കോസ് ക്യൂബ് തീറ്റയാണ്, ഡി വൈ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. ആക്ച്വലി ഇവിടെ മൈനസ് വരണം. ഈ മൈനസും കൂടെ ഇവിടെ വരേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ഇക്വേഷൻസ്. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനത്തിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു π/2 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആൻസർ π/2. ഐ നോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിരിക്കില്ല. ചില ക്വസ്റ്റ്യൻസ് വിൽ ബി സം വാട്ട് ഡിഫിക്കൾട്ട്. അപ്പം അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ലോജിക്കലി ടാക്കിൾ ചെയ്യുക. ഒരുപാട് സമയം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കളയാൻ പാടില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് എവിടെന്നെങ്കിലും നമുക്ക് ഒരു 1 മിനിറ്റായി 2 മിനിറ്റായിട്ട് ഉത്തരവൊന്നും കിട്ടുന്നില്ല, നമ്മൾ ഒരു വഴിക്ക് എത്തുന്ന സമയമാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ടൊന്നും ശരിയാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ടാക്ടിക്കലി അടുത്ത ക്വസ്റ്റിനോട്ട് പോകുക, എന്നിട്ട് അവസാന സമയം ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ക്വസ്റ്റിനോട്ട് വരിക എന്നുള്ള ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. π/2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ?
അടുത്തത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു തിയറമാണ്. അതിന്റെ പേരാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. ഗോസ് ഡൈവേർജൻസ് തിയറം പറയുന്നത് സർഫസ് ഇന്റഗ്രലിനെ വോളിമെട്രിക് ഇന്റഗ്രലാക്കുന്ന സംഭവം, അല്ലെങ്കിൽ വോളിമെട്രിക് ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രലാക്കുന്ന ഒരു തിയറമാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സംഭവം എങ്ങനെയെന്ന് വെച്ചാൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എസ് നമ്മൾ ഓൾറെഡി അറിയാം, ആ ഒരു സർഫസിന്റെ നോർമലുകളെല്ലാം വരുന്ന ഇന്റഗ്രലാണ് എഫ് ഡോട്ട് ഡി എസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു എഫ് ഡോട്ട് ഡി എസ് എന്നുള്ള രീതിക്ക് വന്നാൽ എഫ് ഡോട്ട് ഡി ആർ വന്നാൽ നമുക്കിപ്പോൾ ചെയ്യാൻ അറിയാം, ഒന്ന് ഗ്രീൻസ് തിയറം അല്ലെങ്കിൽ സ്റ്റോക്സ് തിയറം. അത് ഒരു കർവിലൂടെ മാത്രമേ എഫ് ഡോട്ട് ഡി ആർ വരൂ. എഫ് ഡോട്ട് ഡി എസ് വരുന്നത് എപ്പോഴും ഒരു സർഫസിലായിരിക്കും. ആ എഫ് ഡോട്ട് ഡി എസ് ഡയറക്റ്റ് നമുക്ക് വന്നാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഇതിനെ വോളിമെട്രിക് ഇന്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യും. വോളിമെട്രിക് ഇന്റഗ്രലിനകത്ത് നമ്മൾ ഉണ്ടായിരിക്കുന്ന എന്താണ്? ഡൈവേർജൻസ് ഓഫ് എഫിനെ വോളിയത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ എഫ് ഡോട്ട് ഡി എസിന്റെ സംഭവം കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് വരാൻ സാധ്യതയുള്ള സാധനം എന്താ? ഒന്ന് എഫ് ഡോട്ട് ഡി ആർ, അത് വരുന്നത് ഒരു കർവിലായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വരാം? എഫ് ഡോട്ട് ഡി എസ് വരാം. എഫ് ഡോട്ട് ഡി എസ് വരുന്ന ഒരു സർഫസിലായിരിക്കും. ഈ സാധനത്തിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? വോളിമെട്രിക് ഇന്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യും. വോളിമെട്രിക് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ഡി വി എന്നുള്ള രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യും. ഈ സാധനത്തെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? കർൾ സർഫസ് ഇന്റഗ്രൽ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം, അതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. അതിന് മുന്നേ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ചില പർട്ടിക്കുലർ ഫങ്ഷൻസ് മനസ്സിലാക്കുക. ഡെൽ ക്രോസ് എഫ് 0 ആവുന്ന ചില പർട്ടിക്കുലർ ഫങ്ഷൻസിനെ നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഫങ്ഷൻസ് വരുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് 0 എന്നങ്ങ് എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാര്യങ്ങളൊന്നുമില്ല. സോ ഡെൽ ഡോട്ട് എഫ് അല്ലെങ്കിൽ ഡൈവേർജൻസ് 0 ആവുന്ന ഫങ്ഷൻസ്, ഒന്ന് കോൺസ്റ്റന്റ് ഫങ്ഷൻ, ഒരു കോൺസ്റ്റന്റ് ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെൽ ഡോട്ട് എഫ് 0 ആയിരിക്കും. റേഡിയൽ ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ ഫങ്ഷൻ ആർ ഡിവൈഡ് ബൈ ആർ വെക്ടർ ക്യൂബ് എന്ന് പറയുന്ന ഫങ്ഷനുകൾ, അതായത് ആ ഫങ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു 3D ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്നത് xi plus yj plus zk divided by x square plus y square plus z square raised to 3/2. ഈ ഒരു ഫംഗ്ഷൻ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെയും ഡെൽ ഡോട്ട് എഫ് 0 ആയിരിക്കും. ഇത് നമ്മൾ ചെയ്ത് ഡെൽ ഡോട്ട് എഫ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, നമുക്ക് പറ്റത്തില്ല. സോ ഡെൽ ഡോട്ട് എഫ് 0 ആയിരിക്കും എന്ന് നമ്മളിവിടെ ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സും വൈയും ഇസഡും സിമ്പിൾ ആയിട്ടുള്ള xi plus yj plus zk മുകളിൽ വരും, ആർ മുകളിൽ വരും. താഴെ വരുന്നത് മോഡ് ആറിന്റെ ക്യൂബ് ആയിരിക്കും, അതായത് x square plus y square plus z square raised to 3/2 വരും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് വെക്ടർ ഫീൽഡ്, റേഡിയൽ ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ രണ്ടിനും നമുക്ക് എന്ത് പറയാം? ഡൈവേർജൻസ് 0 ആണ്. അടുത്തത് 2D റൊട്ടേഷണൽ ഫീൽഡ് yi മൈനസ് yi പ്ലസ് എക്സ് ജെ, നെയാണ് നമ്മൾ 2D റൊട്ടേഷണൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആ ഒരു മൈനസ് yi പ്ലസ് എക്സ് ജെ എന്ന് പറയുന്ന സംഭവത്തിന് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഡോട്ട് എഫ് ഡൈവേർജൻസ് 0 ആയിരിക്കും. അതുപോലെ ഹാർമോണിക് ഫങ്ഷൻസിന്റെ ഗ്രേഡിയന്റ് ഇൻ 3D, അതായത് if phi of xy is a harmonic function, divergence of del psi എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. ഹാർമോണിക് ആവുന്ന എപ്പോഴാണ്? ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്താണ് ഇതിനെ നമുക്ക് ഫൈനെ ഹാർമോണിക് ഫങ്ഷൻ വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല, അന്ന് കണ്ടിട്ടില്ല. പക്ഷേ മാക്സിമം ഇങ്ങനെ ഒരു വരാൻ വേണ്ടി സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഫൈ ഹാർമോണിക് ആവുന്നത് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്താണ്. ആ സമയത്ത് നമുക്ക് ഡൈവേർജൻസ് ഓഫ് ഡെൽ ഫൈ നമുക്ക് 0 ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെൽ ഡോട്ട് എഫ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സംഭവം കംപ്ലീറ്റ് ഈ സാധനം മൊത്തം 0 ആയിപ്പോയി. പിന്നെ നമുക്ക് വോളിമെട്രിക് ഇന്റഗ്രലിൽ ബാക്കി നിൽക്കുന്നില്ല. നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ മനസ്സിലാവും. സോ ഈ ക്വസ്റ്റ്യൻ കണ്ട എ വെക്ടർ ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഇത്. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ അറിയാം xi plus yj plus zk divided by x square plus y square plus z square raised to 3/2. ഈ സാധനത്തിന്റെ ഡെൽ ഡോട്ട് എഫ് എന്താ? 0 ആണ്. നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? സർഫസ് ഇന്റഗ്രൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റാണ് കേട്ടോ.
ഇത് തെറ്റാണ്. എനിക്ക് നേരത്തെ ഡൗട്ട് വന്നാണ്. ഈ സാധനം നമ്മൾ ഇങ്ങനെയല്ല എഴുതുന്നത്, ഇതിനെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. ഓക്കെ, കാരണം അത് ഒരു കർവിൽ കൂടെ പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക എലോങ് എ സർഫസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്, അത് ഓർത്ത് നോക്കുക. ഓക്കെ, ഈ ഒരു സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് വേർ ds is an elemental surface area vector evaluated over inner and outer surface of a spherical shell formed by two concentric spheres with origin as center and internal and external radii of 1 and 2 respectively is. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആ സാധനത്തിനെ, ആ ഒരു സർഫസിനെ നമ്മൾ വോളിമെട്രിക് ഇൻ്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. വോളിമെട്രിക് ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡൽ ഡോട്ട് എഫ് 0 ആയി പോകും. ഡൽ ഡോട്ട് എഫ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർ അപ്പഴേ ഡയറക്റ്റ് എഴുതാൻ പറ്റും, ഒന്നും ചെയ്യണ്ട. അപ്പം അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്സിൽ വരാറുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ട്രാക്കിൾ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നത് വെച്ചാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചേക്കുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x² + y² f(x(y)യുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. എലോങ് എ ലൈൻ ഡയറക്റ്റഡ് ഫ്രം 0,0 to 1,1. 0,0 നിന്ന് 1,1ലേക്ക് ഉള്ള ഡയറക്ഷനിൽ x² + y² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ആൻഡ് ഇവാലുവേറ്റ് ഇറ്റ് അറ്റ് പോയിന്റ് x is equal to 1 and y is equal to 1. എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേഡിയന്റ് ആദ്യം ആ ഫംഗ്ഷന്റെ എടുക്കുക, എന്നിട്ട് ആ ഏത് ഡയറക്ഷനിലോട്ടാണോ നമുക്ക് വേണ്ടുന്നത് ആ ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ വെച്ച് അതിനെ ഡോട്ട് ചെയ്യുക. അത്ര സിമ്പിളാണ്. ഓക്കെ, സോ എനിക്ക് വേണ്ടുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x² പ്ലസ് y² എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് എനിക്ക് വേണ്ടുന്നത്. എനിക്ക് വേണ്ടുന്നത് i ഡയറക്ഷനിൽ ഉള്ളതാണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ ഞാൻ, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ, ഇവനെ നമ്മൾ ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുക. അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് എങ്ങനെ എടുക്കുക? ഗ്രേഡിയൻ്റ് എടുക്കുന്നത് ഡോ x a² + y² ഇൻറ്റു എന്തായിരുന്നു, ഇൻറ്റു i പ്ലസ് ഡോ y ഓഫ് x² + y² ഇൻറ്റു j പ്ലസ് z ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല, കാരണം x² + y² ഡോ z ചെയ്യുമ്പോഴത്തേക്ക് 0 ആയി പോകും. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുമ്പോൾ y² പോയി, നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത് കോൺസ്റ്റന്റ് കണക്ക് 0 ആയി പോകും. ഇത് 2x ആവും, 2xi പ്ലസ് 2yj. ഇത് നമുക്ക് i ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് വേണ്ട, അപ്പോൾ നമ്മൾ ഡോട്ട് എടുത്താൽ മതി. ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2x. 2x ആണ് അതിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ എടുക്കുക x² + y². അതിനെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 2xi + 2yj ആയി. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഡോട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഡോട്ട് ചെയ്യേണ്ടത്, ഈ ഡയറക്ഷനിൽ, അതായത് 0,0 തൊട്ട് 1,1 വരെയുള്ള ആ ഒരു ലൈനിൽ ഡയറക്റ്റ് ചെയ്യണം, ആ ഒരു ലൈനിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. അപ്പം ആ ഒരു 0,0 നിന്ന് 1,1ലേക്കുള്ള ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് 1i + 1j ആ ഡയറക്ഷനിലെ വെക്ടർ. ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആക്കുക. അപ്പോൾ ഈ യൂണിറ്റ് വെക്ടർ ആക്കണം എന്ത് ചെയ്യണം, നമ്മൾ √(1² + 1²) കൂടെ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് i + j / √2 എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ച് നമ്മൾ ഡോട്ട് എടുത്തത്. അങ്ങനെ നമ്മൾ ഡോട്ട് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി, ഇത് കിട്ടി. ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഏത് പോയിന്റില്ല, 1,1 എന്ന് പറയുന്ന പോയിന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആൻസർ 2√2 കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യം ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻറ്റിന് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണോ വേണ്ടുന്നത് ആ ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ ഡോട്ട് എടുക്കുക. എന്നിട്ട് ഏത് പോയിന്റിലാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ സംഭവം. ഓക്കെ, അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. എനിക്ക് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ 2D റൊട്ടേഷണൽ ഫീൽഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഗ്രാഫിക്കലി വരച്ച് നോക്കാം. ഞാൻ പറഞ്ഞു വെക്ടർ ഫീൽഡ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഓരോ പോയിന്റിലും എങ്ങനെയാണ് ഫീൽഡ് ഇരിക്കുന്നതെന്ന് പഠിക്കുക. അപ്പം ഇവിടെ ഞാൻ 0,0 എന്നുള്ള പോയിന്റിൽ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ 2D ഫീൽഡ് എടുക്കുക, 2D റൊട്ടേഷൻ ഫീൽഡ് എടുക്കുക. അപ്പോൾ ഞാൻ 0,0 എന്നുള്ള പോയിന്റ് കൊടുക്കുക നോക്കിയ. ഓക്കെ, അപ്പം എനിക്ക് അവിടെ വെക്ടർ ഫീൽഡ് ഒന്നും ഇല്ല, അവിടെ എനിക്ക് വെക്ടറേ ഇല്ല. ഓക്കെ, അടുത്തത് ഞാൻ 1,1 എന്നൊരു പോയിന്റ് കൊടുക്കുക. 1,1 എന്ന് കൊടുക്കില്ല, 1,0. ഈ 4 പോയിന്റ് കൊടുക്കാം. 1,0. ഓക്കെ, ഇതെന്താണ്, ഇത് 0,1, ഇത് -1,0, ഇത് -0,1. ഈ 4 പോയിന്റ്സ് കൊടുക്കാം. ഓക്കെ,
അപ്പം ഇവിടെ ഞാൻ 10 അല്ലേ 10 കൊടുക്കുകയാണ്. 10 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണ്? മേലോട്ട് 1 y പോയി ഇങ്ങനെ കിട്ടും. കണ്ടോ? ഇനി ഞാനിവിടെ 0 1 കൊടുത്തു കഴിഞ്ഞാലോ മൈനസ് ഈ പോയിന്റിൽ എനിക്ക് എന്താ കിട്ടുക? -1 ഇങ്ങനെ കിട്ടും. അതുപോലെ ഇവിടെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇവിടെ ചെയ്താൽ ഇങ്ങനെ ഒരു റൊട്ടേഷൻ വരുന്നുണ്ടോ? ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി, ഇതിന്റെ ടു ടൈംസ് കിട്ടും. ഇത്രയും കിട്ടും. ഇതും 2 ടൈംസ് കിട്ടും. ഇതും 2 ടൈംസ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്കുലേഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഈ പറയുന്ന നമ്മുടെ 2D റൊട്ടേഷണൽ ഫീൽഡ്. വളരെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, അത് വിട്ടേക്കുക. സോ ആൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ച്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നെങ്കിൽ മിക്കവാറും നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവുക ഇത് നമ്മൾ നേരത്തെ പഠിച്ച തിയറംസ് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിക്കാണും. ചില സമയത്ത് വളരെ ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാവുന്നത് ഇപ്പോൾ സ്കെലാർ പൊട്ടൻഷ്യൽ ഫൈ ആസ് ഫോളോയിങ് ഗ്രേഡിയൻറ്റ് പറയുന്നുണ്ട്, ഡെൽ ഫൈ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെ നമുക്കൊരു ഫംഗ്ഷൻ എഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് കൺസിഡർ ദ ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രലാണ് പറഞ്ഞേക്കുന്നത് ഓൺ ദ കർവ് r is equal to xi plus yj plus zk എന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞേക്കുന്ന കേസുകളിൽ മാത്രമല്ല എക്സിനും വൈക്കും ഇസഡിനും എല്ലാം നമുക്ക് പാരാമെട്രിക് ആയിട്ട് പല പല ഇക്വേഷൻസ് അവർ പറയുന്നുണ്ട്. ടി സ്ക്വയർ, ടി ക്യൂ, 3t സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ ആക്ച്വലി നമ്മൾ തിയറംസും ഇൻ്റഗ്രലും ഒന്നും ഉപയോഗിക്കേണ്ട, ഡയറക്റ്റ് ഈ ഒരു സംഭവം അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ കൺസെപ്റ്റ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു സി എന്ന് പറഞ്ഞ കർവിനെ പാരാമെട്രൈസ് ചെയ്തേക്കുന്നത് എക്സ് വൈ ഇസഡിൽ നിന്നാണ് പാരാമെട്രൈസ് ചെയ്തേക്കുന്നത്. ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് കർവ് എന്ന് പറഞ്ഞു, ഓൺ ദ കർവ് ഇതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കേസ് ഈ കർവ് ഒരു സർക്കിളോ സ്പിയറോ അങ്ങനെ ഒന്നും പറയാത്ത കേസ് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. സി എങ്ങനെ നോക്കിക്കോ. സി നമ്മുടെ ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് ഡെൽ ഫൈന് പകരം നമുക്ക് ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാം. ആൻഡ് ഡി ആറിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ഈ സാധനത്തിന്റെ ആർ ഇതാണെങ്കിൽ ഡി ആർ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. നമ്മൾ പതുക്കെ ഡോട്ട് എടുത്ത് കഴിയുമ്പോൾ വൈ ഇസഡ് ഡി ഇസഡ് ഡി എക്സ് പ്ലസ് എക്സ് ഇസഡ് ഡി വൈ പ്ലസ് എക്സ് വൈ ഡി ഇസഡ് എന്ന് വരും. എന്നിട്ട് നമ്മൾ ഈ സാധനത്തിനെ പാരാമീറ്ററൈസ് ചെയ്യുക. വൈനെ ഇസഡിനെ ഡി എക്സിനെ എക്സ് എല്ലാത്തിനെയും എക്സിനെയും വൈനെ ഇസഡിനെയും ഡി എക്സിനെയും ഡി വൈനെയും ഡി ഇസഡിനെയും പാരാമീറ്ററൈസ് ചെയ്യണം. എക്സ് ടി എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഡി എക്സ് ഡി ടി ആയിരിക്കും. വൈ ടി സ്ക്വയർ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഡി വൈ 2t ഡി ടി ആയിരിക്കും. ഇസഡ് 3t സ്ക്വയർ എന്ന് പറയുന്നത്, അപ്പോൾ ഡി ഇസഡ് 6t ഡി ടി ആയിരിക്കും. നൗ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ടീൻ്റെ ആ ഒരു ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻ്റഗ്രലിൽ കൊടുക്കേണ്ട ലിമിറ്റ് എന്ന് പറഞ്ഞാൽ T1 to T3 കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറഞ്ഞത്? ഇവർ പറയുന്നുണ്ട് 1 തൊട്ട് നമ്മുടെ T നിൽക്കുന്ന സ്ഥലം 1 തൊട്ട് 3 വരെയുള്ള പോയിന്റിലാണ് T നിൽക്കുന്നത്. ആ രീതിയിലാണ് പാരാമീറ്ററൈസ് ചെയ്തിരിക്കുന്നത് അവർ തന്നെ പറയുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു 1 to 3 3 ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് റൈസ് ടു എൻ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ആണ്. ആ ഒരു ഇൻ്റഗ്രേഷൻ, ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സിന് പകരം ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ അവസാനം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 726 ആണ് ആൻസർ കിട്ടുക. സോ ഇതിൻ്റെ ആൻസർ 726 ആണ്. അപ്പോൾ ഇത് കണക്കത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പം എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ഉടനെ കയറി നമ്മൾ തിയറവും സ്റ്റോക്ക് തിയറവും ഗ്രീൻ തിയറവും എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നോക്കുക, ശ്രദ്ധിക്കുക. ഇതിനകത്ത് പാരാമെട്രൈസേഷൻ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ? കർവ് ആർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പറയുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനത്തിനെ സർഫസ് ഇൻ്റഗ്രലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു കർവ് തന്നിട്ടില്ല, ഒരു പർട്ടിക്കുലർ സർക്കിൾ ആണെന്നോ സ്പിയർ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്ത് ആൻസർ എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. പാരാമെട്രിക് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു പാരാമെട്രിക് കർവ് വന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വൈയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആ കർവിനെ അവർ റൊട്ടേറ്റ് ചെയ്യുകയാണ്, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ് എക്സ് ആക്സിനെ ബേസ് ചെയ്ത്. അപ്പോൾ ഏരിയ ഓഫ് എ സർഫസ് ജനറേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയാമോ? എക്സ് പറഞ്ഞേക്കുന്നത് കോസ് പൈ യു ബൈ 2 ആൻഡ് വൈ ഈസ് സൈൻ പൈ യു ബൈ 2. ഓക്കെ ഓക്കെ, ആൻഡ് യു എന്ന് പറഞ്ഞാൽ 0 ലെസ് ആൻ ഈക്വൽ ടു യു ലെസ് ആൻ ഈക്വൽ ടു 1. അപ്പം ഈ ഒരു കർവ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പൈ യു ബൈ 2 എന്നൊക്കെ ഉള്ള സാധനത്തിനെ മാറ്റി ഞാൻ ജസ്റ്റ് തീറ്റ എന്ന് വിളിക്കാമല്ലോ, കാരണം അതൊരു തീറ്റയുടെ ടേംസിലുള്ള സാധനമാണ്.
ഓക്കെ, ഞാൻ ജസ്റ്റ് തീറ്റ എന്ന് തന്നെ വിളിക്കുകയാണ്. അപ്പം ഇത് കോസ് തീറ്റ, ഇത് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് എക്സ് കോസ് തീറ്റയും വൈ സൈൻ തീറ്റ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ബിക്കോസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ, അപ്പം അതായത് ഈ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് പറയുന്നത്. പക്ഷേ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും ഇവിടെ നമുക്ക് വേറൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ 0 തൊട്ട് 1 വരെ യു പോണ സമയത്തുള്ള തീറ്റയാണ് നമുക്ക് വേണ്ടത്. അതായത് തീറ്റ എവിടം മുതൽ എവിടം വരെയാണ് മാറുന്നത്, 0 നിന്ന് 1 വരെ മാറുമ്പോഴത്തേക്ക് ഈ തീറ്റ എവിടം മുതൽ എവിടം വരെ മാറുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം π/2 യു എന്നാണല്ലോ. അപ്പോൾ ഞാൻ പറയാണ് യു 0 ആകുമ്പോഴത്തേക്ക് തീറ്റ 0 ആണ്, യു 1 ആകുമ്പോൾ തീറ്റ π/2 ആണ്. പിന്നെ യു ഇടയ്ക്കുള്ള വാല്യൂസ് എല്ലാം π/2ന്റെ ഒരു ഫ്രാക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ 0 to π/2 വരെയുള്ള ഒരു ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും മാറുക. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ കർവ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് തീറ്റ 0 തൊട്ട് തീറ്റ π/2 വരെ പോകുന്ന ഈ ഒരു ഏരിയ ഇല്ല, ജസ്റ്റ് ആ കർവാണ്. ജസ്റ്റ് ആ കർവിനെ നമുക്ക് പറയുന്ന പേരാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന പാരാമെട്രിക് ഫോം വെച്ച് നമ്മൾ ഉണ്ടാക്കിയ കർവ് ഇതാണ്. ഇതിനെയാണ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു സർക്കിൾ, ഇതൊരു ക്വാർട്ടർ ഓഫ് എ സർക്കിളാണ്. ഇതിനെ നമുക്കറിയാം, ഇതിനൊരു കംപ്ലീറ്റ് ഒരു റൊട്ടേഷൻ 360 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഹെമിസ്ഫിയർ ആവും എന്നറിയാം. എന്നിട്ട് ഹെമിസ്ഫിയറിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ കർവ്. ഓക്കെ, ഹെമിസ്ഫിയർ ആണ് ഫോം ചെയ്യുന്നത്. റേഡിയസ് 1 ആയിരിക്കും, കാരണം x² + y² = 1. 1 എന്ന് പറഞ്ഞാൽ r² ആണ്, റേഡിയസ് സ്ക്വയർ ആണ്, റേഡിയസ് 1 ആണ്. ഓക്കെ, ആ 1 എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു ഹെമിസ്ഫിയർ. നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ ഏരിയ 4πr² ആണ്. ഒരു ഹെമിസ്ഫിയറിന്റെ ഏരിയ 2πr² ആയിരിക്കും, വിത്തൗട്ട് നമ്മുടെ ഈ ഒരു സർഫസ് ഇല്ലാതെ, കർവ്ഡ് സർഫസ് ഏരിയ മാത്രമായിട്ട്. ഈ കേസിൽ കർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ വരത്തുള്ളൂ. ഈ ഒരു കർവിനെ റൊട്ടേറ്റ് ചെയ്താൽ ഒരു കർവ്ഡ് സർഫസ് മാത്രമേ വരൂ. ചിരട്ടയായിരിക്കും ഫോം ചെയ്യുക, താഴത്തെ സാധനം ഫോം ചെയ്യില്ല. അപ്പോൾ എന്ത് പറ്റും, ആ ചിരട്ടയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πr² ആണ്, r1 ആണ്. സോ ആൻസർ ഈസ് 2π ആവും ഇതിന്റെ ആൻസർ. ഓപ്ഷൻ 2π. അപ്പം അങ്ങനെയാണ് ഒരു കർവ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏരിയ കിട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത്, ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്താൽ എനിക്ക് ഒരു വോളിയം കിട്ടും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നോക്കാം. വോളിയം ഓഫ് സോൾഡ് ഓഫ് റൊട്ടേഷൻ ഒബ്റ്റൈൻഡ് ബൈ റൊട്ടേറ്റിംഗ് ദ ഷെയ്ഡഡ് ഏരിയ ബൈ 360 ഡിഗ്രി അറൌണ്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ ആൻസർ. അതുപോലെ ഇഫ് ദർ ഈസ് ഡൺ ബൈ റൊട്ടേറ്റിംഗ് ദ ഷെയ്ഡ് ഏരിയ 360 ഡിഗ്രി അറൌണ്ട് വൈ ആക്സിസ് ആണെങ്കിൽ ഇതായിരിക്കും. അതായത് എക്സ് ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്താൽ ഒരു കർവ് ഉണ്ട്, ആ കർവിന്റെ ഏരിയ വെച്ചിട്ടാണ് പറയുന്നത്. ആ കർവ് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, എന്താണ്, y ആസ് എ ഫംഗ്ഷൻ ഓഫ് x നമുക്ക് പറയാം. അതിനെ എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്താൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് πy² ആണ്. എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്താൽ y² വരും, y²dx. അതുപോലെ y ആക്സിൽ റൊട്ടേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ πx² dy. അപ്പം എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്താൽ dx ആയിരിക്കും വരുന്നത്, പക്ഷേ y² ആയിരിക്കും, πy² ആയിരിക്കും. അതേപോലെ y ആക്സിൽ റൊട്ടേറ്റ് ചെയ്താൽ dy ആയിരിക്കും വരുന്നത്, അറൌണ്ട് y ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ dy ആയിരിക്കും വരുന്നത്, പക്ഷേ πx² × dy ആയിരിക്കും. അപ്പം ആ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, πy² dx ഉം πx² dy യും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം എക്സ് ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്താൽ πy² dx, അതുപോലെ y ആക്സിന് റൊട്ടേറ്റ് ചെയ്താൽ πx² dy ഇന്റഗ്രൽ ആയിരിക്കും. നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ നോക്കുക, പരാബോള x = y² എന്ന് പറയുന്ന പരാബോളയാണ്. ഓക്കെ, വിത്ത് 0 <x < 1. അപ്പോൾ 0 തൊട്ട് 1 വരെ നമുക്ക് x മൂവ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് ആയിട്ട് വേണം യൂസ് ചെയ്യാം, കാരണം അവിടം മുതൽ അവിടം വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, the volume of solid rotation by rotating the shade area 360 degree around x axis. x axis ഉള്ള റൊട്ടേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ x axis റൊട്ടേഷൻ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും dx നമ്മൾ എഴുതണം. dx എഴുതുമ്പോഴത്തേക്ക് x-നകത്തുള്ള ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ 0 to 1 കൊടുത്ത്, ഇനി πy² ആണ് വരുന്നത്. ഓക്കെ, y² എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, x ആണ്. x y² ആയതുകൊണ്ട് πx dx. സോ അങ്ങനെ നമുക്ക് ഇന്റഗ്രൽ 0 to 1 πx dx കൊടുത്ത് നമ്മൾ 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ π/2 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ, ഫൈൻ അല്ലേ? അത് നമുക്ക് ഏരിയ റൊട്ടേറ്റ് ചെയ്ത് വോളിയം കണ്ടുപിടിക്കാനും കർവ് റൊട്ടേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാനും ഉള്ള കാൽക്കുലസിലെ ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ അതാണ് നമ്മുടെ കാൽക്കുലസ് ലെക്ചർ 2. ഇനി നമുക്ക് ലെക്ചർ 3 മറ്റുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ച് ഈ ഒരു കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.